കൊല്ലം ഏരൂർ സ്വദേശിയും വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയുമായ സഞ്ജയ് ലാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായാണ് യുവതിയുടെ പരാതി. പത്തനംതിട്ട എസ്.പിക്ക് യുവതി പരാതി നൽകി. വീണ്ടും അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നു, പുറത്തേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് കേസ് കൊടുക്കാൻ. ഞാനൊരു ഭാര്യയാണ്, അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ഭാര്യ ഭർത്താക്കന്മാരെന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്തു. സോ എൻ്റെ ഭർത്താവ് രണ്ടാമത്തെ വിവാഹവും കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുമെന്നും യുവതിക്ക് ഭീഷണിയുണ്ട്. കൊല്ലത്തെ ഇയാളുടെ ഓഫീസിൽ ജീവനക്കാരിയായിരുന്നു യുവതി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബാംഗ്ലൂരിലെത്തിച്ച് വൈറ്റ് ഷീൽഡ് ഹോട്ടലിൽ താമസിപ്പിച്ചു. തുടർന്ന് സെപ്റ്റംബർ 30-ന് സമീപത്തെ മാരിയമ്മൻ കോവിലിൽ വെച്ച് അനൌദ്യോഗികമായി വിവാഹം കഴിച്ചതായും പെൺകുട്ടി പറയുന്നു. എന്നാൽ കേരളത്തിലെത്തിയ ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്നും ഇയാൾ പിന്മാറി. സാമ്പത്തികമായി ഉന്നതിയിലുള്ള ഇവരുടെ കുടുംബത്തിൽ നിന്നും തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും യുവതി പറയുന്നു. ഇപ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയുണ്ട്. എല്ലാ രീതിയിലുള്ള പേടിയുണ്ട്. എന്നെ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ളതും, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യുമോ എന്നും പല രീതിയിലുള്ള പേടിയുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള സഞ്ജയ് ലാലും കുടുംബവും ഒത്തുതീർപ്പിനും വന്നിരുന്നു. എന്നാൽ ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം അഞ്ചലിലെ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സഞ്ജയ് ലാൽ വിദേശത്തേക്ക് കടന്നുകളയുമെന്ന സംശയവും പരാതിക്കാരിക്കുണ്ട്. അതേസമയം സഞ്ജയ് ലാലിനായി അന്വേഷണം ഊർജിതമാക്കിയതായി കോഴഞ്ചേരി CI അനിൽ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.